ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു Mymuzzspace. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മുട്ട മസാല. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് സവാളയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സമയം കൊണ്ട് അത് വഴറ്റിയെടുക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ടേസ്റ്റ്. പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചട്ടിയുടെ സൈഡിലേക്ക് സവാളയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് താറാവ് മുട്ടയാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിപ്പോൾ വന്നിട്ടുണ്ട്, അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് പൊടി പൊടിയായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഫീൽ ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് വെന്തതിന് ശേഷം എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പെരുംജീരകം ഇട്ടതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.